വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ സ്പെഷ്യലായിട്ട് നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നാളെ എക്സാം എഴുതുന്നവർ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. കാരണം നാളത്തെ എക്സാം എല്ലാവർക്കും അറിയാം, ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യത്തെ എക്സാമാണ് നടക്കുന്നത്. അപ്പോൾ 30-ാം തീയതി എല്ലാവരും തന്നെ പഠിച്ച് നല്ല മിടുക്കികളൊക്കെ ആയിട്ടിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനിയിപ്പോൾ പഠിച്ച് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ലാത്തവരൊന്നും തന്നെ ടെൻഷനായിട്ട് ഇന്നത്തെ ഒരു ദിവസം ടെൻഷനായിട്ടിരിക്കരുത്. കാരണം നമ്മൾ നാളെ എക്സാം എഴുതാൻ പോകുന്നവരാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നാളെ നമ്മൾ എക്സാം എഴുതാൻ പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ കൂളായിട്ടിരിക്കണം. ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ ഒരൊറ്റ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കരുത് എന്നാണ് ആദ്യം പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളെല്ലാം തന്നെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്യുക എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഏറ്റവും നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നത് അവിടെയാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തലേദിവസം നിങ്ങളെടുത്തൊന്ന് വായിക്കാൻ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വെപ്രാളത്തോടെ നമ്മൾ വായിച്ചാൽ, ആ ഒരു ടെൻഷൻ കയറിയിട്ട് വായിച്ചാൽ നമുക്ക് അറിയുന്നത് കൂടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കും, നാളത്തെ എക്സാമിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അധികമായിട്ടൊന്നും തന്നെ പഠിക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മീഷനുകളൊക്കെ, ഞാനൊക്കെ കമ്മീഷനുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട്, ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിക്കുക. അല്ലാതെ ഒന്നും തന്നെ നിങ്ങൾ പഠിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ റിവിഷൻ ചെയ്യാനോ ശ്രമിക്കരുത്. ഇന്നത്തെ ഒരു ദിവസം മാക്സിമം നിങ്ങൾ കൂളായിട്ടിരിക്കണം. നാളത്തെ എക്സാം നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും നിങ്ങളതിൽ പാസ്സാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് എടുക്കാനുള്ള മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. കാരണം കൂടുതലും ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നവരൊക്കെ തന്നെ എന്തായിരിക്കും, പഠിച്ചവർ തന്നെ ആയിരിക്കും. പഠിക്കാത്തവരെ സംബന്ധിച്ച് ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും തന്നെ പാസ്സാവും. പക്ഷേ നിങ്ങളത് ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു അറിയുന്ന കാര്യങ്ങൾ കൂടെ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാം. പിന്നെ ഇനി പറയാനുള്ളത്, നാളെ നിങ്ങൾ എക്സാം ഹോളിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ 100% നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അല്ല അതിൽ വരിക. ഏതൊരു എക്സാം എടുത്താലും എത്രത്തോളം പഠിച്ചവരെ സംബന്ധിച്ചായാലും 100% ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അറിയാവുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 100 അറ്റൻഡ് ചെയ്തിട്ട് പോരുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. മാക്സിമം നിങ്ങൾക്കറിയാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് പോരുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാത്സിലും ഇംഗ്ലീഷിലൊക്കെ പുലിയായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അതൊന്ന് നിങ്ങൾ ഉറപ്പിക്കുക. കാരണം അതിലും എന്താ പറയുക, മാത്സ് ഇംഗ്ലീഷൊക്കെ നമുക്ക് മാത്സ് പ്രത്യേകിച്ചും എല്ലാ മാർക്കും എടുക്കാൻ കിട്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. GKയുടെ പോർഷനിലാണെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ആദ്യത്തെ വായനയിൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഡൗട്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അധികം ചിന്തിക്കാൻ പോയാൽ, നമ്മൾ ചിന്തിച്ചിട്ട് ആ ഡൗട്ടായി നിൽക്കുന്ന ഒരു ആൻസർ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് കൂടുതലും 90% അത് തെറ്റായിട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 100% പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും ആ ഒരു ഏരിയ നോക്കാവുന്നതാണ്. ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡൗട്ടായി നിൽക്കുന്നത്, കാരണം നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ അല്ല പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഓർമ്മക്കുറവോ അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടുണ്ട്, ആൻസർ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണെന്ന് തോന്നുന്നത്, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഓപ്ഷൻസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം അതിൽ എന്താ പറയുക, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 4 ഓപ്ഷൻസിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇതിൻ്റെ ആൻസർ ആ 2 എണ്ണം അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുണ്ടായിരിക്കും. അല്ലെങ്കിൽ 3 എണ്ണം ആവാനും ചാൻസ് ഇല്ല, ഇതായിരിക്കാമെന്ന്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത, നിങ്ങൾ കാണുകയും ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻസ് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പോകരുത് കേട്ടോ. ദയവ് ഇത് അറ്റൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യവും, കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ടഫ് തന്നെയായിരിക്കും. എല്ലാവരും കറണ്ട് അഫയേഴ്സിൽ ഫുൾ പഠിച്ച് വന്നിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് തെറ്റിക്കാൻ ശ്രമിക്കരുത്. അറിയുന്നത് മാത്രം കറണ്ട് അഫയേഴ്സ് അറ്റൻഡ് ചെയ്യുക. അറിയാത്താണെങ്കിൽ വിട്ടുകളയുക. അല്ലാതെ കറക്കി കുത്താൻ നിൽക്കരുത് കേട്ടോ കറണ്ട് അഫയേഴ്സിൽ. അത് നിങ്ങളുടെ മാർക്ക് ഒരുപാട് താഴത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നാളത്തെ എക്സാമിന് എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരുന്നു. താങ്ക്